അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ടോമി ഷൂഷപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളമായിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മുടെ കടയിൽ മീൻ കുറവായിരുന്നു. ഈ ആഴ്ചയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ അവൈലബിലിറ്റി കുറവായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ലോങ് വീഡിയോയിൽ കാണിക്കാൻ മാത്രമുള്ള മീനും കാര്യങ്ങളും വിശേഷങ്ങളും ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ചാനലിൽ ലോങ് വീഡിയോ ഈ ആഴ്ചയിൽ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇന്ന് ശനിയാഴ്ചയായിട്ട് അത്യാവശ്യം നല്ല മീനൊക്കെ ഉണ്ട്, നല്ല നാടൻ മീനൊക്കെ ഇഷ്ടം പോലെ കിട്ടിയൊരു ദിവസമാണ് ഇന്നത്തെ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ ലോങ് വീഡിയോ റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ കടയിലുണ്ടായിരുന്ന മീനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ലോങ് വീഡിയോ ഉണ്ട് ഇന്നത്തെ. അപ്പോൾ നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ലൈക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ ലൈക്ക് കുറവാണ്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ, വീഡിയോ കണ്ടവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പതിവ് പോലെ നമ്മൾ വെളുപ്പിന് 5 മണിക്ക് തന്നെ കട തുറന്നെങ്കിലും ഈ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ, അതായത് ശനിയാഴ്ച രാവിലെ 6:30 ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നാടൻ കരിമീനാണ്. അപ്പോൾ ചെറുതും വലുതൊക്കെ ഉണ്ടായിരുന്നു, അത് തിരിഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് കാണുന്നത്. അതേപോലെ തന്നെ ഇഷ്ടംപോലെ കച്ചവടക്കാരായ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നമ്മുടെ കടയിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ മീനും ചെമ്മീനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ? അതായത് ആ കരിമീൻ വന്നതോടുകൂടി തന്നെ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ചേട്ടൻ കുറച്ച് ചെമ്മീൻ, അതായത് നാരഞ്ച മീൻ ഉണ്ടായിരുന്നു, ചൂടഞ്ച മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പച്ച ചെമ്മീനാണ്. പച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിള്ളാനായിട്ട് സാധിക്കത്തില്ല. അതിനും മാത്രം നല്ല ജീവനുള്ള ടൈപ്പ് ചെമ്മീനായിരുന്നു ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് കിള്ളണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഐസിട്ടാൽ മാത്രമേ കിള്ളാനായിട്ട് പറ്റത്തുള്ളൂ. 2400 അത് 380 കേട്ടോ. 2400 ഇത് കണ്ടില്ല? അതായത് നമ്മുടെ കടയിലോട്ട് മീനും ചെമ്മീനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ മീൻ വാങ്ങിക്കാനായിട്ടും ആൾക്കാരുണ്ട്. അതായത് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുപ്പിന് അല്ലെങ്കിൽ അതിരാവിലത്തെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാർ ഇഷ്ടംപോലെ പേര് വന്നിട്ട് നമ്മുടെ കടയിൽ നിന്ന് മീൻ കൊണ്ടുപോകാറുണ്ട്. അതായത് നല്ല പച്ച മീനൊക്കെ നോക്കിയിട്ട് അവരെടുത്തുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കച്ചവടക്കാർ കൈയോടെ വന്ന മീനും ചെമ്മീനൊക്കെ കൈയോടെ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ റീറ്റെയിൽ കസ്റ്റമേഴ്സും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വരാറുണ്ട്. അറിയാവുന്നവർ ഈ ഒരു സമയത്ത് വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് മീനും ചെമ്മീനൊക്കെ കൂടുതലായിട്ട് ഈ കാണുന്ന പോലെ വരുന്നതെന്ന് അവർക്കറിയാം. ചെമ്മീൻ്റെ പോലെ തന്നെ നമുക്ക് ചെമ്മീൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഞണ്ട് നമുക്ക് വളരെ കുറവായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതായത് ഇന്നും ഞണ്ട് പൊതുവെ വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നുണ്ടായിരുന്നെന്ന് വെച്ചാൽ കുറച്ച് നല്ല തെള്ളിച്ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ. 80 രൂപയുടെ തെള്ളിച്ചെമ്മീനാണ് നമ്മുടെ കായലിലെ ചെമ്മീനാണ്. 80 രൂപ. നമ്മൾ ഉണക്ക ചെമ്മീനൊക്കെ ആയിട്ട് കടലിലല്ല, കേരളത്തിലെ എല്ലായിടത്തും വരും ഉണക്ക ചെമ്മീനായിട്ട്. ഈ ചെമ്മീനാണ്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വലിപ്പം വരുന്ന തെള്ളിച്ചെമ്മീൻ നമ്മൾ ഇന്ന് വിറ്റുണ്ടായിരുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് 80 രൂപക്കാരാണ് കേട്ടോ നമ്മൾ ഇന്ന് വിറ്റുണ്ടായിരുന്നത്. അപ്പോൾ അതേ അടുത്തൊരു ചേട്ടൻ ഒരു സഞ്ചിയിൽ 2 സഞ്ചിയിലായിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ കുറേ സഞ്ചികളൊക്കെ ആയിട്ട് കുറേ ഇഷ്ടം പോലെ മീൻ, നാടൻ മീനൊക്കെ ഉണ്ടത്. ഞാൻ നോക്കിയപ്പോൾ അത് കുറച്ച് കണമ്പും കരിമീനും ചെമ്പല്ലി പ്രായൽ പോലുള്ള നാടൻ മീനുകളുണ്ടോ നോക്കിയേ. അപ്പോൾ നമുക്ക് കുറേ അധികം നാളായിട്ട് പ്രായലൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ ഇന്നലെയും ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് പ്രായൽ, ചെറുതും വലുതൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പ്രായൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ദിവസമാണ്. ഇഷ്ടംപോലെ ഒന്നും പറയാനില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ വിറ്റ് തീർന്നു. എന്തോരം വന്നിട്ടുണ്ടെങ്കിലും പ്രായലിനൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല ഡിമാൻഡുള്ളൊരു മീനാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സൈസ് വരുന്ന പ്രായൽ, ഈ ഒരു സൈസ് വരുന്ന മീൻ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 240 രൂപ കണ്ടു. ഒരു തരി ഐസ് പോലും വേണ്ടില്ല. പിന്നെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന തെള്ളിച്ചെമ്മീനുണ്ട് 80 രൂപയുടെ. പിന്നെ ഈ ഒരു സൈസ് പ്രായൽ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് 300 രൂപയ്ക്കായിരുന്നു. പിന്നെ ഈ കാണുന്ന ചെമ്മീൻ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നത് കിലോയ്ക്ക് 300 രൂപയ്ക്ക് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും വലിപ്പമുള്ള പ്രായലാണ് ഈ കാണുന്നത്. അതായത് ഈ ഒരു പ്രായൽ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നാടൻ പ്രായൽ 400 രൂപയ്ക്കാണ് നമ്മൾ കിലോയ്ക്ക് വിറ്റുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ കരിമീൻ, ഈ സൈസ് വരുന്ന കരിമീൻ മീഡിയം സൈസ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ 400 രൂപയ്ക്കും, ഈ കാണുന്ന കക്കിറച്ചി 260 രൂപയ്ക്കും, ഈ കാണുന്ന നാടൻ, അതായത് നമ്മുടെ പുഴയിൽ നിന്ന് തന്നെ പിടിക്കുന്ന കടഞ്ഞുണ്ട്, കടലിൽ നിന്ന് കയറി വരുന്ന ഞണ്ട്, അത് 160 രൂപ കണ്ട് നമ്മൾ വിറ്റുണ്ടായിരുന്നത്. അപ്പോൾ ചെമ്മീനൊക്കെ പല വലുപ്പമുള്ള നാരൻ ചെമ്മീനൊക്കെ നമ്മുടെ കടയിലോട്ട് ഈ ദിവസങ്ങളിൽ ഈ 2 ദിവസമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് കിട്ടുന്ന ഒരു മീൻ, വേറൊരു വെറൈറ്റി മീൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പുഴവറ്റകളാണ്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളതൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഈ ആഴ്ചയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വേറൊന്നും ഒരൊറ്റ മീൻ ഉണ്ടായിരുന്നില്ലെങ്കിലും വറ്റയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ കാളാഞ്ചിയാണ്. നമ്മുടെ പുഴയിൽ തന്നെ കേജിലിട്ട് വളർത്തുന്ന, അതായത് മീനും ചെമ്മീനും മാത്രം ഇട്ട് കൊടുത്ത് വളർത്തുന്ന, ഒഴുക്കിൽ തന്നെ ഇട്ട് വളർത്തുന്ന കാളാഞ്ചികൾ ഇഷ്ടം പോലെ ഉണ്ട്, വലുപ്പമുള്ളതാണ്ട. പിന്നെ വേറൊരു
ഇഷ്ടം പോലെ മീനാണ് അത് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അതായത് 3 ബോക്സിലായിട്ട് നല്ല നാടൻ കണമ്പ്, പ്രായൽ, ചെമ്പല്ലി പോലുള്ള മീനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചൂടഞ്ഞ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതെന്ന് പറഞ്ഞാൽ ചെമ്മീൻ കെട്ടിലെ മീനാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഇവിടുത്തെ കൃഷ്ണൻകോട്ടിൽ തന്നെയുള്ള ഒരു ചെമ്മീൻ കെട്ടിലെ മീനാണ്. അതായത് പള്ളിക്കെട്ട് എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ പള്ളിക്കെട്ട് എന്ന് അറിയപ്പെടുന്ന ഒരു കെട്ടിലെ ഏക്കറണക്കിനായിട്ട് ഇങ്ങനെ വിജിലംബിച്ച് കിടക്കുന്ന ഒരു വലിയൊരു കെട്ടിലത്തെ മീനാണ്ടാ കാണുന്നതൊക്കെ. അതായത് കണമ്പ്, ചെറിയ കരിമീൻ, വലിയ കരിമീൻ, പ്രായലുണ്ടായിരുന്നു, വറ്റി ഉണ്ടായിരുന്നു, ചെറിയ ചെമ്പല്ലികളും, പിന്നെ കതിരാൻ, അങ്ങനെയുള്ള നല്ല ഒന്നാന്തരം നാടൻ മീനുകൾ. അതായത് കെട്ടിലെ മീൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, എന്താണെന്ന് വെച്ചാൽ വളർത്തി മീനല്ല. ഇത് പുഴയിൽ നിന്ന് വെള്ളം കയറ്റി, വേലിയേറ്റം കയറ്റി വിടുമ്പോൾ, അതായത് കെട്ടിലോട്ട് കയറിയിരിക്കുന്ന മീനൊക്കെ അതിൽ തന്നെ കിടന്ന് വളർന്ന് വലുതാവുന്നു. അതായത് ഫീഡും തീറ്റയും ഒന്നും കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ, ആ കെട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ ക്രിയേറ്റ് ആയിരിക്കും. അതായത് എല്ലാത്തരം മീനും ചെമ്മീനും ഞണ്ടും എല്ലാ സംഭവങ്ങളും ഉണ്ടാകും. അപ്പോൾ എല്ലാ മീനും വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ സുഭിക്ഷമായിട്ട് ലഭിക്കും. അപ്പോൾ വേറെ പ്രെഡേറ്റേഴ്സും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വരാനായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കുറേ നാളുകളായിട്ട് നമ്മുടെ കെട്ടിൽ തന്നെ കിടന്ന് തന്നതായ രീതിയിൽ വളർന്നു വലുതായ മീനുകളൊക്കെ ഉണ്ട്, നാടൻ മീനുകളാണ്. അപ്പോൾ കെട്ടിലെ മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക ഒരു ഡിമാൻഡ് തന്നെയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് കെട്ടിലെ മീനാണെങ്കിൽ അത് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. പക്ഷേ ഈ ഭാഗത്ത് ഉള്ളവരല്ലാത്തവർ, അതായത് കിഴക്കൻ മേഖലയിലേക്കുള്ളവരെന്നൊക്കെ പറഞ്ഞ് കെട്ടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു അറിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വളർത്തുന്ന മീൻ എന്നാണ്. പക്ഷേ അത് എൻ്റെ ഡിഫറെൻ്റാണ്. ഞങ്ങളുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കെട്ടിലെ മീൻ ടേസ്റ്റ്, ആ ഒരു മീനിൻ്റെ ടേസ്റ്റ് പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനിൻ്റെ വരെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് വാസ്തവം കേട്ടോ. പിന്നെ അതുകൂടാണ്ട് നമുക്കിന്ന് ശനിയാഴ്ചയായിട്ട് അത്യാവശ്യം കുറച്ച് ഓർഡർ ഉണ്ടായിരുന്ന ഒരു ദിവസമാണ്. കാറ്ററിങ്ങുകാരുടെയും അല്ലാതെയും വീട്ടിലോട്ടുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കൊടുക്കേണ്ട കണമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പാക്ക് ചെയ്യണത്. അപ്പോൾ ചെറിയ കണമ്പാണ്. ഈ ഒരു കണമ്പ് നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നത് പറഞ്ഞാൽ കിലോയ്ക്ക് 240 രൂപയ്ക്കായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറയാറുള്ളത് പോലെ ഇപ്പോൾ അകലങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ കാണുന്ന പോലത്തെ ഒരു തെർമോക്കോളിൻ്റെ ബോക്സ് കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ നല്ല രീതിക്ക് ഐസ് പാക്ക് ചെയ്ത് തരും. അതായത് നിങ്ങളുടെ കാറിൽ അതിൻ്റെ ഒരു സ്മെല്ല് പോകാത്ത രീതിയിൽ നമ്മൾ ഐസ് പാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ നമ്മൾ ടേപ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഒരു തരി വെള്ളം അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഒന്നും ഒട്ടും പുറത്തു പോകത്തില്ല കേട്ടോ. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബക്കറ്റെങ്കിലും കൈ കരുതാം വരുമ്പോൾ, ദൂരദേശത്ത് നിന്ന് വരുമ്പോൾ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടം പോലെ ഈ അച്ചാറിടാൻ പറ്റിയ ചൂടഞ്ഞ മീനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇന്നലെ മുതലാണ് പിന്നെയും ഈ ഒരു സീസണിൽ കിട്ടി തുടങ്ങിയേക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കടയിലോട്ട് ഈ ദിവസങ്ങളിൽ തന്നെ വരാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കരിമീനും അത്യാവശ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. അതേ നോക്കിയാൽ ഈ ചാക്ക് നിറയെ നല്ല ഒന്നാന്തരം കരിമീനുകളാണ്. നോക്കിയാൽ പെട്ടക്കണ കരിമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നും ഏകദേശം ഒരു 250 ഗ്രാം 300 ഗ്രാമൊക്കെ സൈസ് വരുന്ന കരിമീനാണ്. ഏകദേശം ഒരു കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ 5 എണ്ണം 4, 5, 6 ആ ഒരു കണക്കിലാണ് ഈ സൈസ് വരുന്ന കരിമീനുണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് കരിമീൻ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്ന വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 600 രൂപ കണ്ട ഈ നാടൻ കരിമീൻ നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നെങ്കിലും നമുക്ക് വന്ന മീനൊക്കെ തന്നെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അതായത് ഈ കരിമീൻ, കാളാഞ്ചി, അങ്ങനത്തെ മീനൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ വീഡിയോ ഇതുവരെ ഇനിയും വരുന്നുണ്ട്. ഈ ദിവസങ്ങൾ ഈ ആഴ്ചയിലൊക്കെ എന്തായാലും ഇഷ്ടംപോലെ വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ബൈ. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി കേട്ടോ. അപ്പോൾ ഈ സപ്പോർട്ട് എന്നും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ താങ്ക് യു സോ മച്ച്.